നല്ല സിനിമകളെ മറ്റുള്ള ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാറുള്ളത് പതിവാണ്. അതുപോലെ തന്നെ ഓരോ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുമ്പോഴും ആ സിനിമകളുടെ കഥയ്ക്കും പശ്ചാത്തലത്തിനും അതിൻ്റെതായ മാറ്റങ്ങൾ വരാറുള്ളതായും നമ്മൾ കണ്ടിട്ടുണ്ട്. Helikopter, helikopter. Parakofer, parakofer. കുറച്ചു നാളുകൾക്ക് മുൻപ് ആവേശം സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ ചില കമന്റുകൾ ചുറ്റിത്തിരിയുന്നതായി കണ്ടു. ഇതൊക്കെ സീരിയസ് ആയി പറയുന്നതാണോ ഡേ? എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നത്? അഥവാ ഇതെങ്ങാനും സത്യമായി മാറിക്കഴിഞ്ഞാൽ തന്നെ ഏതൊക്കെ തരം മാറ്റങ്ങളാണ് ആ സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. ആവേശം സിനിമ കണ്ടവരെല്ലാം തന്നെ സിനിമയിലെ ഫാഫയുടെ അഭിനയത്തെ വല്ലാതെ പ്രശംസിച്ചിട്ടുണ്ടാകും. കാരണം അത്രയ്ക്കും മനോഹരമായിട്ടാണ് രംഗണ്ണൻ എന്ന കഥാപാത്രത്തെ ഫാഫ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ബാലയഗാരുവിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നേർ വിപരീതമായിരിക്കും. കാരണം ആക്ടിംഗ് എന്ന സംഭവം ഗാരുവിന്റെ 7000 മൈലത്തോടെ പോലും പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങേരുടെ തന്നെ കണ്ടുമടുത്ത സ്ഥിരം ക്ലീശ ഫോർമുല തന്നെയാവും വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുക. ആവേശം സിനിമയിൽ ഫഹദിന്റെ കഥാപാത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേ അളവ് പ്രാധാന്യം തന്നെ ഹിപ്സ്റ്ററും കൂട്ടുകാർക്കുമുണ്ട്. പക്ഷെ ഗാരുവിന്റെ പടങ്ങളിൽ ഗാരു അല്ലാതെ മറ്റേതെങ്കിലും കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നുണ്ടെങ്കിൽ ഗാരുവിനത് തീരെ പിടിക്കില്ല. ചേട്ടന്മാര് പറഞ്ഞ അനുസരിക്കണം. അനുസരണക്കേട് കാണിച്ച ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് തന്നെ തെലുങ്കു റീമേക്കിൽ ബാലയഗാരുവാണ് രംഗണ്ണനെ എത്തുന്നതെങ്കിൽ ആ ചിത്രത്തിൽ ഹിപ്സ്റ്റർ ആൻഡ് ഗ്യാങ്ങിന് പകരം ഇങ്ങേരെക്കാൾ 10-30 വയസ്സ് കുറവുള്ള അതിസുന്ദരിമാരായ ഏതെങ്കിലും നടിമാരാവാനായിരിക്കും കൂടുതൽ സാധ്യത. എങ്കിലല്ലേ ഗാരുവിന്റെ ഉദ്ദേശം നടപ്പിലാകൂ. நீ நல்லா இருக்க மாட்டடா, நல்லாவே இருக்க மாட்டடா. நாசமா போனவன் 80 வயசுல என்ன காரியத்தை செஞ்சுட்டு சந்தோஷமா சிரிக்கிறான் பாரு. മാത്രമല്ല ഗാരുവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോഴാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായി തോന്നുന്ന മറ്റൊരു കാര്യം ഈ പടത്തിന് ഫ്ലാഷ് ബാക്ക് ഇല്ല എന്നതാണ്. ആവേശത്തിലെ അമ്പാൻ എന്ന കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് രംഗണ്ണന്റെ കഥകൾ പറയുന്നതായി കാണിക്കുന്നുണ്ട്. നിനക്ക് മാസാണ് വേണ്ടത്. പക്ഷെ ഒരു ബാലയപ്പടത്തിന് അതൊട്ടും പോരാ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നെടുനീളം ഡയലോഗുകളും ലോങ് ഫ്ലാഷ് ബാക്കുകളും തന്നെപ്പറ്റി സ്വയം പൊക്കിയടിക്കുന്ന മിനിമം ഒരു 10 സീനുമെങ്കിലും ഉണ്ടെങ്കിലേ ഗാരു ഈ സിനിമയ്ക്ക് ഓക്കെ പറയത്തുള്ളൂ. ഏതെങ്കിലും ഒരു ദൈവം രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞ ആ കൊച്ചുകുട്ടി കാട് മുഴുവൻ ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഓടി നടന്നു. നിശബ്ദമായ കാട്ടിൽ ആ കൊച്ചുകുട്ടിയുടെ നിലവിളി പാഞ്ചജന്യം പോലെ മുഴങ്ങി കേട്ടു. എന്നിട്ട് അങ്ങനെ അവസാനം അവന്റെ ആ നിലവിളി എന്റെ കാതുകളിൽ വന്നലച്ചു. ആ കുട്ടിയുടെ നിലവിളി കേട്ട് എന്നിൽ സന്നിവേശിച്ചത് സംഹാരമൂർത്തിയായ ശിവനാണോ അതോ ഭദ്രകാളിയാണോ എന്ന് എനിക്ക് അറിയില്ല സാർ. ഇതെന്താ സാധനം? ഇതാ പിന്നെ ഹിപ്സ്റ്ററിനും ഗ്യാങ്ങിനും പകരമായി ഏർപ്പാട് ചെയ്ത ആ 3 നടിമാർക്കും ഈ ഫ്ലാഷ് ബാക്ക് കേട്ടിട്ട് ഗാരുവിനോടൊരു ക്രഷ് തോന്നിയിരിക്കണം. മാത്രമല്ല ഫ്ലാഷ് ബാക്കിൽ മിനിമം 2 ഗ്രാമത്തെങ്കിലും രക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ മെയിൻ ആയിട്ട് ഫ്ലാഷ് ബാക്കിൽ ഗാരുവിന് ഒരു ലവർ ഉണ്ടായിരുന്നിരിക്കണം. സുഖമാണോ ആന്റി? ഹലോ, ആരാ നിങ്ങളുടെ ആന്റി? അതെ, 10-30 വയസ്സ് കഴിഞ്ഞില്ലേ? അവിടെ എവിടെയൊക്കെ ആയിട്ട് ഗ്രേ ഹെയറും ഉണ്ടല്ലോ. നിങ്ങൾ പിന്നെ ബാലകൃഷ്ണനാ? നിങ്ങൾക്ക് എന്താ ഗ്രേ ഹെയർ ഇല്ലേ? അയ്യോ സാമി, വേറെ കൂട്ടു പോങ്ങടാ, കോത്ര പോട്ട പോറ. ആവേശം സിനിമയിലെ ഫഹദിന്റെ ഇൻട്രോ വളരെ സിമ്പിൾ ആണെങ്കിലും അതൊരു പവർഫുൾ ഇൻട്രോ തന്നെയായിരുന്നു. പക്ഷെ ഗാരുവിന്റെ സിനിമയിൽ സിമ്പിൾ എന്ന വാക്കിന് യാതൊരു വിലയുമില്ല.
അതുകൊണ്ട് തന്നെ ഒരു 100 പേരെങ്കിലും തന്നെ പറ്റി പൊക്കി പറയുന്ന ഇൻട്രോ ഇല്ല, പാവങ്ങളെ രക്ഷിക്കുന്നില്ല, പെണ്ണുങ്ങളുടെ പുറകെ ഒലിപ്പിച്ച് നടക്കുന്നില്ല, മെയിനായിട്ട് ഒരു ഐറ്റം സോങ് പോലുമില്ല. ഇതൊക്കെ ഒരു സിനിമയാണെന്ന് പോലും ആവേശം കണ്ട ശേഷം ബാലയകാരു ചിന്തിച്ചിട്ടുണ്ടാകും. മറ്റ് കഥാപാത്രങ്ങൾ എന്നെ പൊക്കി പറയുന്ന ഒരു 10 സീനെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ഹിപ്സ്റ്റർ ആൻഡ് ഗ്യാങ്ങിന് പകരം വെച്ച ആ 3 ഗേൾസിനൊപ്പവും ഒരു പാട്ട്, അതും നിർബന്ധമാണ്. പിന്നെ ആവേശത്തിലെ ഈ ഒരു സീൻ ഗാരുവിനു വേണ്ടി തന്നെ പ്രത്യേകം എഴുതി പിടിപ്പിച്ചതുപോലെ തന്നെയുണ്ട്. ഈ രംഗച്ചേട്ടൻ എന്തോരം കഴിവുകളാ, ഡാൻസ് കളിക്കും, അഭിനയിക്കും, കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞങ്ങള്. ഗാരുവിന് നല്ല അസലായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാം. ഗാരുവിന് നല്ല രീതിയിൽ പാടാനറിയാം. അതെ അതെ, നീ പാടുമോനെ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയേ, അയ്യോ നോക്കി വച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോയേ. എങ്ങനെയുണ്ടാ പാട്ട്? പിന്നെ മെയിനായിട്ട് രംഗണ്ണൻ എന്ന പേര് തന്നെ മാറ്റിപ്പിടിക്കേണ്ടി വരും. ഇങ്ങേരുടെ സ്വഭാവ സവിശേഷതകൾ അനുസരിച്ച് നമ്മളിങ്ങേരെ മക്കുണൻ എന്നാണ് വിളിക്കുന്നതെങ്കിലും ഇങ്ങേരെ തന്നെ സ്വയം ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സിംഹമാണെന്നാണ്. അതുകൊണ്ട് തന്നെ രംഗണ്ണൻ മാറ്റി വല്ല സിംഹാറെഡ്ഡി എന്നോ മറ്റോ ആക്കേണ്ടി വന്നേക്കാം. മോന്റെ പേരെന്താ? കുഞ്ഞൻ. കുഞ്ഞെന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. എമോഷണൽ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഫഹദിനേക്കാൾ 10 മടങ്ങ് മേലെയാണ് ഇങ്ങേരെന്നതാണ് ഏക ആശ്വാസം. ആവേശം സിനിമയുടെ ക്ലൈമാക്സിൽ ഫഹദ് ഒരു 100 പേരെ ഒറ്റയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങേര് ചെയ്യുമ്പോൾ അത് 500 പേരായി വികസിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പക്ക നാച്ചുറലായിട്ട് അഭിനയിച്ച ഓഡിയൻസിനെ കയ്യിലെടുക്കുന്ന കാര്യത്തിൽ ഫഹദിനോടൊപ്പമായിരിക്കും ഗാരുവിന്റെ സ്ഥാനവും. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് വെക്കപ്പെടല്ലേ? അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. ഇപ്പൊ ഞാൻ അവളുടെ അടുത്തുണ്ട്, നാളെ ഞാൻ ഇല്ലാതായാൽ അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അവളെ എനിക്ക് സ്ട്രോങ് ആക്കണം, ഒരു പെൺസിംഹം. എന്തൊക്കെയായാലും ഇങ്ങേരുടെ പടങ്ങൾ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങേർക്ക് മാത്രമായിരിക്കും. క్రిప్పు అదిరిపోయింది. నడుం పట్టుకున్నాకే ఏం చేశాను? പുലയാടി മോനെ. ഫഹദ് ഫാസിൽ എന്ന നടന്റെ അഭിനയ മികവ് കണ്ട് മലയാളികൾ എന്നല്ല ഇന്ത്യ ഒട്ടാകെയുള്ള സിനിമാ ലോകം മുഴുവനും അദ്ദേഹത്തെ ഇന്നും പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഫാഫയുടെ മറ്റൊരു എനർജറ്റിക് പെർഫോമൻസ് ഒരു സിനിമയിലുടനീളം കാണിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആവേശം എന്ന സിനിമയും അതിന്റെ വമ്പൻ വിജയവും. അങ്ങനെ കണ്ണി കണ്ട അണ്ടനും അടകോടനും ചെയ്യാൻ പറ്റുന്നതല്ല ഫാഫ ചെയ്തു വെച്ച പല ക്യാരക്ടേഴ്സും. അതുകൊണ്ട് തന്നെ ഫഹദ് ചെയ്തു വെച്ച ഏത് കഥാപാത്രങ്ങൾക്കും ഒരു പകരക്കാരനെ വെച്ച് കമ്പാരിസൺ നടത്തുമ്പോൾ ഈ ഒരു ഡയലോഗ് നല്ല പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. ചില സമയങ്ങളിൽ നാം സാർക്കാസ്റ്റിക്കായി പറയുന്ന കാര്യങ്ങൾ പോലും പലരുടെയും ഉറക്കം നഷ്ടപ്പെടുത്തിയേക്കാവുന്ന വലിയ കാര്യമായി മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഇമാതിരി സാർക്കാസ്റ്റിക്കായ കമന്റ്സ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, மறக்காம சர்ப்ரைஸ் பண்ணுங்க.